യെസ് മിസ്റ്റർ ആനന്ദ്, ഇതാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ആ മുഖം, ലോഗോ കണ്ണുകളുടെ ഉടമസ്ഥ. ഇനിയുള്ളിനുള്ളിൽ നീലരാവിലായി നറുവെള്ളിത്തിങ്കൾ നാളമായിട മഴ തുള്ളിച്ചാടും പോങ്കിനാവിലേ ഒരു പിള്ളിക്കുയിലിൻ നീണമായിട അടുത്തൊരു മായാ ചിരി തൂകി തൊടുത്തൊരു പൂവില്ലേ അടുത്തൊരു മായാ ചിരി തൂകി തൊടുത്തൊരു പൂവില്ലേ പോയൊരു നാടുകളായിരം നോവുകൾ കല്യാണി, ഞാൻ ഇത്ര നാളും തിരഞ്ഞു നടന്ന കണ്ണുകൾ എന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. മൈ ഗോഡ്, ഐ കാന്റ് ബിലീവ് ദിസ്. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു സർ, ആ ലോഗോയിലെ കണ്ണുകളുടെ ഉടമസ്ഥ ഇത് തന്നെയാണെന്ന് തീർച്ചയല്ലേ? 100%. തെന്നലുമെല്ലെ ഈ കണ്ണുകൾക്ക് ഈ രൂപം മാത്രമാണ് സ്വന്തം. യു ക്യാൻ ബിലീവ് മീ. അറിയാതെ കണ്ണുകളെന്തേ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നീയാളെ ഏയ്, ഇതൊന്നും വേണ്ട. ഇത്രയധികം കാശ്. തെറ്റിദ്ധരിക്കരുത്, സാറിന്റെ പ്രതിഭയ്ക്ക് വിലയിടാൻ പറ്റില്ലെന്നറിയാം. ഇത് എന്റെ ഒരു സന്തോഷത്തിനാ, പ്ലീസ്. എന്തു പറ്റി മിസ്റ്റർ ആനന്ദ്? യു ആർ സോ എക്സൈറ്റഡ്. ഏതോ നിധി കിട്ടിയ സന്തോഷമുണ്ടല്ലോ മുഖത്ത്. അതെ സർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിധി കിട്ടിയതുപോലെ തന്നെയാ. ഒരുപാട് നാള് കാത്തിരുന്ന് കിട്ടിയ വിലമതിക്കാനാവാത്ത നിധി. എന്തു പറ്റി മിസ്റ്റർ ആനന്ദ്? യു ആർ സോ എക്സൈറ്റഡ്. ഏതോ നിധി കിട്ടിയ സന്തോഷമുണ്ടല്ലോ മുഖത്ത്. അതെ സർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിധി കിട്ടിയതുപോലെ തന്നെയാ. ഒരുപാട് നാള് കാത്തിരുന്ന് കിട്ടിയ വിലമതിക്കാനാവാത്ത നിധി. താങ്ക് യു സർ, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഈ കണ്ണുകൾ എന്ന് പറയുന്നത് വെറുതെ കാണാനും കരയാനും മാത്രമുള്ളതല്ല കല്യാണി. അതിന് അപാരമായ മറ്റൊരർത്ഥം കൂടിയുണ്ട്. ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളുടെ കൊച്ചു രണ്ട് ഖജനാവുകളാണ് നമ്മുടെ കണ്ണുകൾ. നമ്മുടെ സ്വപ്നങ്ങളുടെ സേഫ്റ്റി ലോക്കർ. നോ നോ, അൺഒഫീഷ്യലായിട്ട് ഒരു അന്വേഷണം മതി. ഒന്നും ഉണ്ടായിട്ടല്ല. സാധാരണ ആനന്ദ് അഖിലയോട് പറയാതെ ഒരിടത്തും പോകാറില്ല, പ്രത്യേകിച്ച് നൈറ്റില്. അതുകൊണ്ട് അഖിലയുടെ മനസ്സിലൊരു ഭയം. അപ്പൊ ഞാൻ കരുതി വിഘ്നേഷിനെ വിളിച്ചൊന്ന് പറയാമെന്ന്. ഓക്കെ ശരി, അപ്പോ തിരിച്ചു വിളിക്കാൻ മറക്കണ്ട. ഓക്കെ. ആരാച്ചാ? ACP വിഘ്നേഷ് ആണോ? അതെ, അൺഒഫീഷ്യലായിട്ടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അല്ല, നീ ശബരി ഒന്ന് വിളിച്ചേ. ഒരുപക്ഷെ അവൻ ശബരിയോടൊപ്പാണെങ്കിലോ? ഞാൻ വിളിച്ചിരുന്നച്ചാ. ശബരി ബ്രോ ഇപ്പൊ ബാംഗ്ലൂരിലാ. അവിടെ കസിന്റെ കല്യാണത്തിനെ. ശബരി ബ്രോ വിളിച്ചിട്ടും നമ്മുടെ ബ്രോ ഫോൺ എടുക്കുന്നില്ലെന്നാ പറഞ്ഞേ. ഫംഗ്ഷനിലുണ്ടായിരുന്ന ആനന്ദ് ഇങ്ങനെ ആരോടും പറയാതെ എവിടെ പോയിട്ടുണ്ടാവും? പ്രിയങ്കയ്ക്കൊരു ഐഡിയ ഇല്ലേ? ചെറിയൊരു ഐഡിയ ഉണ്ട്. ആനന്ദ് ആ ആർട്ടിസ്റ്റിനെ അന്വേഷിച്ച് പോവാനാ സാധ്യത. ആർട്ടിസ്റ്റിനെയോ? ഏത് ആർട്ടിസ്റ്റ്? അതെ ചേച്ചി, ഇന്നിവിടെ ഫംഗ്ഷൻ ഒരു ആർട്ടിസ്റ്റ് വന്നില്ലേ? ചിലരുടെയൊക്കെ ലൈവ് പടം വരച്ചു കൊടുക്കാൻ. അതെ,
നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോറ്റിയുടെ സുഹൃത്തായിരുന്നു. ആ ലൈവായിട്ട് ആൾക്കാരുടെ ചിത്രം വരയ്ക്കുന്നത് അയാളുടെ ഹോബിയാ. ജസ്റ്റ് ഒരു ടൈം പാസ്. അയാളെ തേടി ആനന്ദ് പോകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണമുണ്ട്. അയാൾ ഇവിടെ ഓരോരുത്തരുടെയും മുഖത്ത് മാസ്ക് ഇടിയിച്ചിട്ട് കണ്ണുകൾ മാത്രം നോക്കി ആളിന്റെ രൂപം വരയ്ക്കായിരുന്നു. അതുകൊണ്ടാ ആനന്ദ് അയാളെ തേടി പോയത്. മാസ്ക് ഇട്ടേച്ച് കണ്ണുകൾ നോക്കി രൂപം വരയ്ക്കുന്നു. എളം എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, ഈ രാത്രിയിൽ അതും എന്നോട് പോലും ഒരു വാക്ക് പറയാതെ ആനന്ദ് അയാളെ തേടി പോവേണ്ട കാര്യം എന്താ? ആനന്ദിന് അയാളെ കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു ചേച്ചി. എന്ത് കാര്യം? നീ തെളിച്ചു പറ വിലാസിനി. കുറച്ചു നാളായിട്ട് ആ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ലോഗോ കണ്ണുകളോട് ആനന്ദിനൊരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന കാര്യം ചേച്ചിക്ക് അറിയാലോ. മുമ്പ് ഇവിടെ വെച്ച് തന്നെ ആനന്ദ് അത് നമ്മളോട് തുറന്നു പറഞ്ഞിരുന്നതാ. അതെ, അതിനെന്താ? ആനന്ദിന്റെ മൊബൈലിലും ലാപ്ടോപ്പിലും ഒക്കെ അതാ വാൾപേപ്പർ, ആ ലോഗോ കണ്ണുകൾ. അത് പുതിയതായിട്ട് ആരംഭിച്ച പ്രോഡക്റ്റിന്റെ ലോഗോ അല്ലേ? അത് വരയ്ക്കുന്നതിൽ എന്താ ഇത്ര കുഴപ്പം? ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചത്. പക്ഷേ പിന്നെ പിന്നെയാ മനസ്സിലായത് ആനന്ദ് ആ ലോഗോ കണ്ണുകളിൽ അഡിക്റ്റ് ആണെന്ന്. അതെ ആന്റി, എന്നോട് വരെ ഓഫീസിൽ വെച്ച് ആ കണ്ണുകളുടെ കാര്യം പറഞ്ഞ് പിണങ്ങിയിരുന്നു. ആ കണ്ണുകൾ ആനന്ദിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാജിക് മെഡിസിൻ ആണെന്നാ അന്ന് ഫിലോസഫിയായി പറഞ്ഞത്. അതെ, കല്യാണിയുടെ നടക്കാതെ പോയ കല്യാണത്തിന്റെ ദിവസം ആനന്ദ് രാജീവിനോട് ലോഗോ കണ്ണുകളെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാനൊരു തമാശയ്ക്ക് ആ ലോഗോ കണ്ണുകളുടെ ഉടമയായ പെൺകുട്ടിയെ കണ്ടെത്തിയാൽ എന്തായിരിക്കും ആനന്ദിന്റെ പ്രതികരണം ഒന്ന് ചോദിച്ചു നോക്കി. അപ്പോ ആനന്ദിന്റെ മറുപടി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ചേച്ചി. അമ്മ സമ്മതിച്ച ആനന്ദ് അവളെ വിവാഹം കഴിക്കുമെന്നാ അന്ന് എന്നോട് പറഞ്ഞത്. വാട്ട്? അതെ ചേച്ചി, ആനന്ദ് ആ ലോഗോ കണ്ണുകളുടെ ഉടമയെ കണ്ടെത്താൻ പോയിരിക്കുകയാണെന്നായി എനിക്ക് തോന്നുന്നത്. എളം എന്തൊക്കെയാ പറഞ്ഞു വരുന്നേ? ലോഗോ കണ്ണുകളും ആ ആർട്ടിസ്റ്റായിട്ട് ഇപ്പൊ എന്താ ബന്ധം? ബന്ധമുണ്ട്. കണ്ണുകൾ മാത്രം നോക്കി മുഖം വരച്ചെടുക്കാൻ കഴിവുള്ള ആളാ ആ ആർട്ടിസ്റ്റ്. അയാളോട് ആ ലോഗോ കണ്ണുകൾ കാണിച്ചിട്ട് അതിന്റെ ഉടമയുടെ മുഖം വരച്ചു തരാൻ വേണ്ടി ആനന്ദ് ആവശ്യപ്പെട്ടത് ഞാൻ കണ്ടതാ. ഞാനിടപെട്ട അതില്ലാതാക്കിയത് തന്നെ. എനിക്ക് തോന്നുന്നത് ആനന്ദ് ഉറപ്പായിട്ടും ആ ആർട്ടിസ്റ്റിനെ തേടി പോയതായിരിക്കും. അതെ ആന്റി, കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആനന്ദ് ആ ആർട്ടിസ്റ്റിനെ തിരക്കി തന്നെയാ പോയത്. അയാൾ എവിടെയുണ്ടെന്നാണ് നമ്മളിപ്പോ കണ്ടെത്തേണ്ടത്. സ്വാമി, എല്ലാവരും അവിടെ വീട്ടില് സങ്കടപ്പെട്ടിരിക്കുക. എന്തിനാ എല്ലാരും ഇങ്ങനെ പരീക്ഷിക്കണേ? അമ്മയോട് പറയാണ്ട് പല്ലുവിഞ്ഞ് എവിടെയും പോവില്ല എന്നുള്ളത് സത്യാ. ഇപ്പോഴാണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഞങ്ങൾ ഇനി എവിടെയാ പോയി തിരക്കേണ്ടേ? സ്വാമി തന്നെ ഒന്ന് പറഞ്ഞതാ. പല്ലുവിഞ്ഞിന് ഒരാപത്തും കൂടാതെ വീട്ടിലെത്തിച്ചാ ഞാൻ എന്ത് വ്രതം വേണമെങ്കിലും എടുക്കാം. വേണമെങ്കിൽ ശയനപ്രദക്ഷിണം നടത്താം. എങ്ങനെയും വല്യുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോവാ. സ്വാമി സഹായിക്ക്, രക്ഷിക്ക് സ്വാമി.
കല്യാണി വല്യുവിന്റെ ശബ്ദം കേട്ടതുപോലെ തോന്നിയല്ലോ. എവിടെന്നാ? തോന്നിയതും തോന്നിച്ചതൊന്നുമല്ല. തിരിഞ്ഞു നോക്ക്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ദാ ഇവിടെ. വല്യുവിനെ പേടിപ്പിച്ച് കളഞ്ഞുല്ലോ. വീട്ടിലെല്ലാരും ആകെ സങ്കടത്തിരിക്കുക. എവിടെയായി പോയിരുന്നേ? എന്താ ഫോൺ എടുക്കാത്തെ? എന്തു പറ്റി വല്യുഞ്ഞി? എന്തു പറ്റിയെന്ന്? എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലാണല്ലോ നോട്ടം. ആദ്യമായിട്ട് കാണുന്നത് പോലെയല്ല, ആദ്യമായിട്ട് തന്നെ കാണുക കല്യാണി. ആദ്യമായി ഉണ്ടാകുന്ന തിരിച്ചറിയൽ. വല്യുഞ്ഞി എന്തൊക്കെയാ ഈ പറയണേ? ഒന്നും എനിക്ക് മനസ്സിലാവണില്ലല്ലോ. എന്റെ ഈ തിരിച്ചറിവ് എന്തിനെ കുറിച്ച് സംസാരിക്കണേ? എല്ലാം പറയാം. ആദ്യം നമുക്ക് വീട്ടിൽ പോവാം. നീ വാ. ശരി, അത് പോവാ. ഉത്കണ്ഠയോട് ചോദിക്കുക. സ്വന്തം അമ്മയോട് പോലും ഒരു വാക്ക് പറയാതെ വല്യുഞ്ഞി ഇത്രയും നേരം എവിടെയാ പോയേ? ആരെ കാണാൻ? അത് കാണാനല്ല, കണ്ടുപിടിക്കാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒന്നിന്റെ ഉടമയെ തേടി മെനക്കെട്ടു, കണ്ടുപിടിക്കുകയും ചെയ്തു. അതിന്റെ സന്തോഷത്തിലാ ഞാനിപ്പോ. എന്ന് പറഞ്ഞ ആരാ ഈ ഉടമ? എന്തിനാ ഈ സന്തോഷം? കാര്യം പറയുന്നേ. ഇപ്പോഴും അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല കല്യാണി. പക്ഷേ ഇന്ന് ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള ആളാരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരവേ ഉള്ളൂ. അത് ഈ ആനന്ദ് കൃഷ്ണ, ഈ ഞാൻ. അത് നന്നായി. ഇന്നല്ല, എന്നും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാ എന്റെ ആഗ്രഹം. ഏതായാലും ഇത്രയൊക്കെ സൂചിപ്പിച്ചില്ലേ, ഇനിയെങ്കിലും വല്യുഞ്ഞിന്റെ ഈ സന്തോഷത്തിന്റെ കാരണം എന്താന്ന് പറയ് പ്ലീസ്. പറയാം. ഇവിടെ വെച്ചല്ല, വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ മുന്നിൽ വെച്ച് പറയാം. അതുവരെ സസ്പെൻസ്. വാ പോവാം. ഒരു നിമിഷം. വല്യുഞ്ഞിനെ കാണാത്തതുകൊണ്ട് സ്വാമിയോട് പ്രാർത്ഥിക്കുകയായിരുന്നു. വിളിച്ച വിളി കേൾക്കണ ദൈവങ്ങളാ ഉടനെ മുന്നിലെത്തിച്ചത് കണ്ടില്ലേ? ഒരു നിമിഷം, ഞാനൊന്ന് നന്ദി പറയട്ടെ. ഇപ്പൊ വരാം. ആയിക്കോട്ടെ. എനിക്ക് നന്ദി പറയാനുണ്ട് സ്വാമിയോട്, എനിക്ക് ഈ സന്തോഷം തന്നതിന്. എങ്കിൽ വല്യുഞ്ഞും പ്രാർത്ഥിക്ക്. പ്രാർത്ഥന എപ്പോഴും നല്ലതിനാ. വാ. പോവാം. ഇതാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ആ മുഖം, ലോഗോ കണ്ണുകളുടെ ഉടമസ്ഥ. വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഒരുകുമെന്നിശ്വാസമായി ഉയിരിനെ. വല്യുഞ്ഞിന് ഇന്ന് എന്തോ വലിയ സന്തോഷാണല്ലോ. ചോദിച്ചിട്ട് പറയുന്നുമില്ല. ഇനി പുതിയ വല്ല പ്രോജക്റ്റും കിട്ടിയതായിരിക്കോ? കണ്ണുകളിൽ നീയാണു ലോകം. ഒന്നുകൂടി ചോദിച്ചു നോക്കിയാലോ? ഇത്രയും വലിയ സന്തോഷം എന്താണെന്ന് അറിയാലോ. അതുകളിൽ നീയാണു രാഗം. ഒരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ. ഇതെന്ത് പറ്റി? വല്യുഞ്ഞി എന്നെ തന്നെ നോക്കിയിരിക്കായിരുന്നല്ലോ. എന്തുപറ്റി കല്യാണി? എന്തോ വലിയ ചിന്തയിലാണല്ലോ. ഏയ് ഒന്നുമില്ല. വല്യുഞ്ഞിന് ഇത്രയ്ക്ക് സന്തോഷം തരുന്ന കാര്യം
അതെന്തായിരിക്കും ആലോചിക്കായിരുന്നു. എന്നിട്ട് എന്തായി, കണ്ടുപിടിച്ചോ? ഒരു പിടിയും കിട്ടണില്ല. വല്യുഞ്ഞി തന്നെ പറയും, ഞാൻ ഒന്നറിഞ്ഞോട്ടെ. ഏതായാലും വല്യുഞ്ഞിന് സന്തോഷം തരണ കാര്യം എനിക്കും ഉറപ്പായിട്ട് സന്തോഷം തരണ കാര്യമായിരിക്കും. അതറിയാനൊരു കൊതി, അതുകൊണ്ടാ. അത് കണ്ടെത്താൻ ഞാൻ 6 മാസം കാത്തിരിക്കേണ്ടി വന്നു കല്യാണി. ഒരു അരമണിക്കൂർ കാത്തിരുന്നൂടെ? വീട്ടിലെത്തുമ്പോ എന്റെ ഈ സന്തോഷത്തിന് കാരണം എന്താണെന്ന് ഞാൻ എല്ലാവരോടും പറയും. അത് കേൾക്കുമ്പോ നിനക്ക് സന്തോഷവും. അപ്പൊ അറിഞ്ഞാ മതി. നിലവേകാൻ തിങ്കളെ ഒരു ചെറുനോവും ചിരിയാക്കി എൻ പാതിമയായി ഓരോ രാവും പകലാക്കി നേരിൻ മോഹവയിലായി ഇവനിലായി ചേരുന്നു നീ. ശരി, അത് മനസ്സിലായി. ശരി, ഓക്കെ, വെയിറ്റ് ചെയ്യാം. എന്താ വെച്ചാ? പേടിക്കണ്ട, ആർട്ടിസ്റ്റിന്റെ ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോലീസുകാരെ വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് പോലീസുകാരുടെ സ്ഥിരം പല്ലവിയാ. സമയം താമസിക്കും തോറും എന്റെ മനസ്സിലെ തീയാ. കാറും കൊണ്ടല്ലേ ആനന്ദ് പോയിരിക്കുന്നേ. ആന്റി, ആവശ്യമില്ലാത്ത ഒന്ന് ചിന്തിച്ചു കൂട്ടണ്ട. ആനന്ദ് ഇങ്ങ് വരും. അമ്മ വേറൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ബ്രോ ഇപ്പൊ ഇങ്ങെത്തും, ധൈര്യമായിട്ടിരിക്കേ. അഖിലേ, എന്തായാലും എല്ലാവർക്കും ധൈര്യം പകരണ്ട. നീ ഇങ്ങനെ ടെൻഷനായാലോ? ധൈര്യമായിട്ടിരിക്കുന്നേ. അഖിലാണ്ടേശ്വരിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. പക്ഷേ ഞാൻ അവനെ പ്രസവിച്ചതാണെന്ന് കൃഷ്ണേട്ടൻ ഓർക്കണം. ഞാനൊരു അമ്മയാ കൃഷ്ണേട്ടൻ. അമ്മേ, ആനന്ദിന്റെ കൂടെ വന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഇവള് എപ്പോ പുറത്തുപോയി? ബ്രോ എവിടെയായിരുന്നു ബ്രോ? ഞങ്ങളൊക്കെ വെറുതെ ടെൻഷൻ അടുപ്പിച്ചിട്ട്. ആനന്ദേ, നീ ഇത് എവിടെയായിരുന്നു? ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടായിരുന്നു? പറയാച്ച. അമ്മേ, കല്യാണിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു. അമ്മയും അച്ഛനും എനിക്ക് അതിനുള്ള അനുവാദം തരണം. നമ്മുടെ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ലോഗോയിലുള്ള കണ്ണുകൾ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. ഓഹോ, ചതിച്ചു. അത് കല്യാണിയുടെ കണ്ണുകളാണെന്ന് ഇവൻ അറിഞ്ഞ ലക്ഷണമാ. കൊള്ളാം. ആ കണ്ണുകൾ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? അത് ആളുകളെ മയക്കുന്ന കണ്ണുകളല്ലേ. ബ്രോയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് പവറുള്ള കണ്ണുകൾ. അതെ, കാണുന്നവരെ പിടിച്ചു നിർത്താൻ എന്തോ ഒരു മാജിക് പവർ ആ കണ്ണുകൾക്കുണ്ട്. അത് ഞാനും അനുഭവിച്ചതാ. അമ്മേ, ഇത്രയും നാള് ഞാൻ അമ്മയോട് പറയാതിരുന്നൊരു കാര്യം ഇപ്പൊ പറയാൻ പോവാ.